അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഭാര്യ ഭർത്താവിന് എത്ര തന്നെ ഭീമമായ തുക കടങ്ങളുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ടെങ്കിലും അവരുടെ ആ കടങ്ങൾ വീടി അവരുടെ ആ സാമ്പത്തിക പ്രയാസം മാറി സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ ഭാര്യ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഇന്ന് ഈ ദുൽഹിജ്ജ മാസത്തിൽ ഇന്നത്തെ ഈ രാത്രി തന്നെ നിങ്ങൾ ചെയ്തോളൂ. എന്നാൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ഭർത്താവിന് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് വീട് കിട്ടും. മാത്രമല്ല ഭർത്താവിന് പിന്നീട് സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല, സാമ്പത്തിക ഐശ്വര്യം വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഭാര്യയ്ക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. ഭർത്താവിൻ്റെ സ്വന്തം കടം വീടാൻ, ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാൻ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ഭർത്താവിനും ഈ കാര്യം ചെയ്യാം. അതുപോലെ നമുക്കൊക്കെ സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാൻ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും അത് വീട് കിട്ടാൻ നമുക്ക് സ്വന്തം ചെയ്താൽ മതി. ഇനി നമുക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടോ നമ്മുടെ ഭാര്യമാരെ കൊണ്ടൊക്കെ ഈ കാര്യം ചെയ്താലും നമ്മുടെ കടങ്ങൾ വിടും, സാമ്പത്തിക ഐശ്വര്യം വർദ്ധിക്കും. ഞാൻ ഭാര്യമാർ ഇത് ചെയ്താൽ ഭർത്താവിൻ്റെ കടം വീടും എന്ന് ഞാൻ തംബ്നെയിലിൽ എഴുതിയത് ഭർത്താവിൻ്റെ വിജയമാണ് ഭാര്യയുടെ വിജയം. അതായത് ഭർത്താവിന് സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിൽ, കടങ്ങൾ ഇല്ലെങ്കിൽ, ഭർത്താവിന് നല്ല ജോലി ഉണ്ടെങ്കിൽ, നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഭാര്യക്കാണ് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്. ഭർത്താവിൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഭർത്താവിനുണ്ടാകുന്ന ഉയർച്ചയാണ് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും. മാത്രമല്ല ചില ഭർത്താക്കന്മാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇത് ചൊല്ലാനൊന്നും സമയമുണ്ടാകില്ല. കാരണം അവർക്ക് ജോലി തിരക്കായിരിക്കും. മാത്രമല്ല ഒരുപാട് നൂറുകൂട്ടം കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടായിരിക്കും അവർ നടക്കുന്നത്. കടങ്ങളുണ്ടാകും, മറ്റവരുടെ ജോലിയുടെ പല കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അവർ ആ ചിന്തയിൽ നടക്കുന്ന സമയത്ത് ഇത് അവർക്ക് ഭാര്യമാർ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അത് ചെയ്ത് എന്ന് വരില്ല. മാത്രമല്ല ചില ഭർത്താക്കന്മാർക്ക്, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ചില ഭർത്താക്കന്മാർ, ചില ആണുങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ അത് ഉൾക്കൊള്ളില്ല, അവർ അത് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട്, സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകം എടുത്തു പറഞ്ഞത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു ഭർത്താവിൻ്റെ വിജയം ഒരു 90% ഭാര്യയുടെ കയ്യിലാണ്. അതായത് ചില പുരുഷന്മാരൊക്കെ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവർ ജോലിക്കൊന്നും പോകാത്ത ആളായിരിക്കും, വലിയ മടിയന്മാരായിരിക്കും. ഒരുപാട് കുരുത്തക്കേടുകളൊക്കെ കാണിച്ച് ഒരുപാട് നാട്ടിലും സമൂഹത്തിലുമൊക്കെ പറയിപ്പിച്ച് എല്ലാവർക്കും വെറുത്ത് ഒരു ദുസ്വഭാവമുള്ള ആളുകളായിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള പുരുഷന്മാർ വിവാഹം കഴിഞ്ഞ് ഒരു 6 മാസം, ഒരു വർഷമൊക്കെ ആകുമ്പോൾ അവരുടെ ആ സ്വഭാവ രീതിയും അവരുടെ ആ പെരുമാറ്റവും അവർ ആകെ തന്നെ മാറിയിട്ടുണ്ടാകും. മാത്രമല്ല അവർക്ക് ചിലപ്പോൾ പിന്നീട് സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധി ഉണ്ടാകും. എല്ലാ ദിവസവും ജോലിക്ക് പോകും. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച തേടിയിട്ടുള്ള പല അവസരങ്ങളും അവർ തേടിപ്പോവുകയും അതിലൊക്കെ അവർ ഉന്നത വിജയം തേടി വലിയ പണക്കാരായി മാറുന്ന എത്രയോ ആളുകളുണ്ട്. ഇതിനൊക്കെയും കാരണം പല പുരുഷന്മാരുടെയും അവരുടെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കയറി വരുന്നത് കൊണ്ടാണ്, അവരുടെ ഭാര്യ കാരണമാണ്. ഒരു ഭാര്യ വിചാരിച്ചാൽ ഒരു പുരുഷൻ്റെ സ്വഭാവവും അവൻ്റെ ജീവിത ശൈലിയും ജീവിത രീതിയും എല്ലാം അടിമുടി മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് ഭാര്യയ്ക്ക് നല്ലൊരു പങ്ക് ഭർത്താവിലുണ്ട് എന്ന് പറയാൻ കാരണം. ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് 100ൽ ഒരു 95% ഭാര്യയ്ക്ക് ഉണ്ട് എന്ന് പഴമക്കാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അത് നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും, കണ്ട അനുഭവം തന്നെ ഉണ്ടാകും. അതിനി നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ ആരെങ്കിലും ആയിക്കോട്ടെ, ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർ അവരുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുമ്പോൾ, ഒരു ഭാര്യ കടന്നു വരുമ്പോൾ അവരുടെ ജീവിതം തന്നെ ആകെ മാറുന്ന അവസ്ഥ നാം എല്ലാവരും കാണാറുണ്ട്.
അതായത് വിവാഹം കഴിക്കാത്തതിന് മുമ്പ് ജോലിക്കൊന്നും പോകാതെ ലഹരിക്കടിമപ്പെട്ട് കഞ്ചാവിനും കള്ളിനുമൊക്കെ അടിമപ്പെട്ട് കളവുമൊക്കെ നടത്തി പാതിരാ സമയത്തൊക്കെ വീട്ടിലേക്ക് കയറി വന്ന് വീട്ടിലൊക്കെ അടിയും പിടിയും വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ആളായിരിക്കും. എന്നാൽ അവൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു 6 മാസം ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവവും അവൻ്റെ ജീവിതശീലവും ജീവിത രീതിയുമൊക്കെ മാറിയത് എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പല അനുഭവങ്ങളും എത്രയോ ഉണ്ട്. ആ സമയത്ത് പലരും പറയും, ഓ, അവന് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ നന്നായത്, അവൻ കല്യാണം കഴിച്ച ആ പെണ്ണ് നല്ലൊരു പെണ്ണാണ്, ബറക്കത്തുള്ള പെണ്ണാണ്, ആ പെണ്ണ് വന്നതിന് ശേഷമാണ് അവൻ്റെ സ്വഭാവവും അവൻ ആൾ തന്നെ ആകെ മാറിയത് എന്നൊക്കെ നമ്മൾ പലരുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത്ഭുതത്തോടു കൂടി പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പുരുഷൻ്റെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ ഉയർച്ചയ്ക്ക് ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യയ്ക്ക് നല്ല പങ്കുണ്ട്, ഒരു പ്രധാന പങ്കുണ്ട്. കാരണം ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ വിജയത്തിനാണെങ്കിലും പരാജയത്തിനാണെങ്കിലും ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ സ്വീകരിക്കും. അതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനെ ശപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ജീവിതം പിന്നെ പരാജയത്തിലേക്കായിരിക്കും പോകുക, അവൻ്റെ ജീവിതം പിന്നെ വിജയിക്കൂല. അത്രയ്ക്കും വലിയൊരു ബന്ധമാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം. അത് അള്ളാഹുവിൻ്റെ അരികിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നോട്ടം എപ്പോഴും ഉണ്ടാകുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സന്തോഷത്തോടു കൂടി അവരുടെ സ്നേഹവും വാക്കുകളും കൈമാറുന്നതിലേക്കാണ് അള്ളാഹു എപ്പോഴും ശ്രദ്ധിക്കുക. അത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭർത്താവിന് കടങ്ങളുണ്ടെങ്കിൽ, സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കാൻ അത് കാരണമാകും. ഭർത്താവിന് കടങ്ങളുണ്ടായിട്ട് എത്രയെത്ര ഭാര്യമാർ എന്നും വിഷമത്തോടു കൂടിയും ടെൻഷനോടു കൂടിയും നടക്കുന്നവരുണ്ട്. കാരണം ഭർത്താവിന് കടങ്ങൾ വന്നാൽ, സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ വന്നാൽ ഭാര്യയും മക്കളുമാണ് വീട്ടിൽ ബുദ്ധിമുട്ടുക. കാരണം ഒരു വീടിൻ്റെ താക്കോൽ, ഒരു അടുക്കളയുടെ താക്കോലൊക്കെ ആ വീട്ടിലെ ഭാര്യയുടെ കയ്യിലാണ്. പ്രത്യേകിച്ചും ഭർത്താക്കന്മാർ ഗൾഫിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യയാണ് നോക്കി നടത്തുന്നത്. അതായത് വീട്ടിലെ ചിലവ്, കുട്ടികളുടെ പഠനം, കുടുംബത്തിലെ മറ്റു മാമൂലുകൾ, ഇതെല്ലാം പിന്നീട് ഒരു ഭാര്യയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിന് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ വന്നാൽ, കടങ്ങൾ വന്നാൽ അതിൽ ഏറ്റവും അധികം വേദനിക്കുന്നത്, ടെൻഷനടിക്കുന്നത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് വീട്ടിലുള്ള ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവിന് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം, അതുപോലെ കടമില്ലാത്തൊരു ജീവിതം, ഇതൊക്കെയാണ് ഏതൊരു ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഭാര്യമാർ ഈ ഒരു കാര്യം ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭർത്താവിന് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും ആ കടങ്ങളെല്ലാം വീടിക്കിട്ടും. ഇനി ജോലിയില്ലാത്തൊരു ഭർത്താവാണെങ്കിൽ, ജോലിക്ക് പോകാൻ മടിയുള്ളൊരു ഭർത്താവാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തു നോക്കൂ. ഭർത്താവിനോട് പറയണ്ട, നിങ്ങൾ ചെയ്താൽ മതി. ആ ഭർത്താവിൻ്റെ മനസ്സ് മാറി ഭർത്താവ് ജോലിക്ക് പോകും. മാത്രമല്ല ഭർത്താവിന് കുടുംബം നോക്കണം എന്നുള്ളൊരു മനസ്സ് വരും, ഒരു ഉത്തരവാദിത്ത ബോധം വരും. എന്നാൽ സഹോദരിമാർ ശ്രദ്ധിക്കുക, ഭാര്യമാർ നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണം നിങ്ങളുടെ ഭർത്താവ് സാമ്പത്തികമായിട്ട് തകരും, കടങ്ങൾ അധികരിക്കും, ദരിദ്രനാകും. അതായത് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ചില തെറ്റുകൾ അതും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കടങ്ങളില്ലാതെ, ദാരിദ്ര്യമില്ലാതെ നല്ല ഐശ്വര്യമുള്ള, ബർക്കത്തുള്ള, സന്തോഷമുള്ള, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയുള്ള ഒരു ജീവിതം ലഭിക്കുകയുള്ളൂ. ഭർത്താവിന് ദാരിദ്ര്യം വരാതിരിക്കാൻ, കടം വരാതിരിക്കാൻ, ഉപ്പാക്ക് കടം വരാതിരിക്കാൻ, മക്കൾക്ക് കടം വരാതിരിക്കാൻ, സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം വർദ്ധിക്കാൻ, വീട്ടിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ സഹോദരിമാർ അതുപോലെ പുരുഷന്മാരും വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേഗത്തിൽ ഒന്ന് ഓടിച്ച് പറയാം. അതിൽ ഒന്നാമത്തേത്, വിളക്ക് ഒരിക്കലും ഊതി കിടത്തരുത്. അത് എന്തെങ്കിലും എടുത്ത് വീശിയിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് വീശിയിട്ടോ നിങ്ങൾ കെടുത്തുക. ഇനി രണ്ടാമത്തേത്, ധരിച്ച വസ്ത്രം ഒരിക്കലും തുന്നരുത്. ചില ആളുകളൊക്കെ ഉണ്ട്, ചില സ്ത്രീകളൊക്കെ ഉണ്ട്, ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് തുന്നുക. അങ്ങനെ തുന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം വരും. മൂന്നാമത്തേത്, രാത്രി വീട് അടിച്ചു വാരുക.
രാത്രി സമയങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വീട് അടിച്ചു വാരരുത്. അങ്ങനെ അടിച്ചു വാരിയാൽ ദാരിദ്ര്യം വരാൻ അത് കാരണമാകും. 4-ാമത്തേത് അമിതമായി ഉറങ്ങാതിരിക്കുക. ഓരോ ദിവസവും നിങ്ങൾ ചുരുങ്ങിയതൊരു 8 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ഉറങ്ങരുത്. അത് ദാരിദ്ര്യം വരാൻ കാരണമാകും. 5-ാമത്തേത് വസ്ത്രം ധരിക്കാതെ നഗ്നനായി കിടക്കുക. എത്ര തന്നെ ചൂടുള്ള കാലമാണെങ്കിലും നിങ്ങൾ ഒരിക്കലും വസ്ത്രം അഴിച്ചിട്ടുകൊണ്ട് നഗ്നനായി കിടന്നുറങ്ങരുത്. വീട്ടിൽ ആരുമില്ലെങ്കിലും റൂമിൽ ആരുമില്ലെങ്കിലും നിങ്ങൾ ഒറ്റക്കാണെങ്കിലും അങ്ങനെ നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരും, കടങ്ങൾ അധികരിക്കും, സാമ്പത്തികമായിട്ടുള്ള വലിയ തകർച്ച സംഭവിക്കും. 6. ജനാപത്തുകാരനായി ഭക്ഷിക്കുക. ജനാപത്തുകാരനായാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ശുദ്ധിയാകണം, കുളിക്കണം. എന്നിട്ടേ നിങ്ങൾ മറ്റുള്ള പ്രവർത്തികളും കാര്യങ്ങളുമെല്ലാം ചെയ്യാൻ പാടുള്ളൂ. പ്രധാനമായിട്ടും ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിൽ ദാരിദ്ര്യം വരുന്നതാണ്. 7. ഉള്ളിയുടെ തൊലി കത്തിക്കുക. അത് ചെറിയ ഉള്ളിയാണെങ്കിലും വലിയ ഉള്ളിയാണെങ്കിലും വെളുത്ത ഉള്ളിയാണെങ്കിലും ഏത് ഉള്ളിയുടെ തൊലിയാണെങ്കിലും നിങ്ങൾ കത്തിച്ച് കളയരുത്. അത് നമ്മുടെ വീട്ടിൽ നമുക്ക് ദാരിദ്ര്യം വരാൻ കാരണമാകും. ഇനി 8-ാമത്തേത് അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടാതിരിക്കുക. അടിച്ചു വാരിയ ചപ്പ് ചവറുകൾ, വേസ്റ്റ്, അടുക്കാട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? വീടിൻ്റെ അകത്ത് വെക്കരുത്. അത് വേഗം നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി തട്ടണം. അല്ലാത്ത പക്ഷം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി 9-ാമത്തേത് ഉസ്താദുമാരുടെ മുന്നിലൂടെ, മശായഖന്മാരുടെ മുന്നിലൂടെ അനാദരവോടെ കൂടി നടക്കുക. ഇതും നമുക്ക് ദാരിദ്ര്യം വരാൻ കാരണമാകും. ഇനി 10-ാമത്തേത് മാതാപിതാക്കളെ പേര് വിളിക്കുക. ഉമ്മ, ഉപ്പ എന്ന് വിളിക്കാതെ അവരുടെ പേര് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരുന്നതാണ്. 11-ാമത്തേത് വീട്ടിലെ ചിലന്തി വല തട്ടാതിരിക്കുക. അതായത് 8 വല തട്ടാതെ നമ്മൾ വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരും. ഇതൊക്കെയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാനൊന്ന് ഓടിച്ച് പറയുക എന്ന് മാത്രം. ഇനി 12-ാമത്തേത് പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തു പോകുക. ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരൊക്കെ ജുമാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇമാം സലാം വീട്ടി കഴിഞ്ഞിട്ടുണ്ടാകില്ല. അപ്പോഴേക്കും അവർ സലാം വീട്ടി അവർ പള്ളിയുടെ പുറത്തിറങ്ങി അവർ ചെരുപ്പിട്ട് അവർ പള്ളിയുടെ വെളിയിലെത്തിയിട്ടുണ്ടാകും. എന്നാൽ ഈ സ്വഭാവമുള്ള മക്കൾ, ഭർത്താവ്, ഉപ്പ, സഹോദരന്മാരൊക്കെ ഉള്ള വീട്ടിൽ ദാരിദ്ര്യം വരുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി 12-ാമത്തേത് അങ്ങാടിയിലേക്ക് നേരത്തെ പോവുകയും വൈകി വീട്ടിലേക്ക് വരികയും ചെയ്യുന്ന വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. അതായത് ചില ആളുകളുണ്ട്, നേരം പുലരാൻ സമയമുണ്ടാകില്ല, അപ്പോഴേക്കും അവർ അങ്ങാടിയിലെത്തും. എന്നാൽ ആ അങ്ങാടിയിൽ നിന്നും അവർ തിരികെ വീട്ടിലേക്ക് വരുന്നതോ പാതിരാ സമയത്തായിരിക്കും. ഇങ്ങനെ സ്വഭാവമുള്ള ആളുകൾ ഉള്ള വീടുകളിൽ ദാരിദ്ര്യം വരുന്നതാണ്. ഇനി 13-ാമത്തേത് പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി വാരുക, മുടി ചീകുക. ഇതും ദാരിദ്ര്യം വരാൻ കാരണമാകും. ഇനി 14-ാമത്തേത് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക. അപ്പോൾ മക്കളൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം നൽകുന്നതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ ദുആകളിലും മാതാപിതാക്കളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ സ്വീകരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 15-ാമത്തേത് ഇരുന്നു കൊണ്ട് തലപ്പാവ ധരിക്കുക. അതായത് നമ്മൾ തലയിൽ തട്ടമിടുകയാണെങ്കിലും തലയിൽ തൊപ്പിയിടുകയാണെങ്കിലും തലീക്കെട്ട് കെട്ടുകയാണെങ്കിലും ഒക്കെ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരാൻ അത് കാരണമാകും. 16-ാമത്തേത് ഇരുന്നു കൊണ്ട് വസ്ത്രം ധരിക്കുക. 17-ാമത്തേത് പിശുക്ക് കാണിക്കുക. ആരെയും സഹായിക്കാതെ
ആർക്കും ഒന്നും കൊടുക്കാതെ നമ്മുടെ അടുത്ത് ധാരാളമുണ്ടെങ്കിലും അത് നമ്മൾ എടുത്തു വെച്ച് പിശുക്കന്മാരായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ദാരിദ്ര്യമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക. മനസ്സറിഞ്ഞ് കൊടുക്കുന്നവർക്കേ അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം സമ്പത്ത് നൽകുകയുള്ളൂ. സമ്പത്ത് എന്നല്ല, എല്ലാം അവർക്കേ നൽകുകയുള്ളൂ. വെള്ളം മുക്കുന്ന കിണറ്റിലെ ഉറവയുണ്ടാകുകയുള്ളൂ എന്ന് പഴമക്കാരായിട്ടുള്ള ആളുകൾ പറയുകയില്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങോട്ടും ധാരാളം നൽകുകയുള്ളൂ. അപ്പോൾ പിശുക്കന്മാരായി ജീവിക്കാതിരിക്കുക. 18 ദുരുപയോഗം ചെയ്യുക. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുക. സമ്പത്ത് ചിലവഴിച്ചാൽ ദാരിദ്ര്യം വരുന്നതാണ്. ഇനി 20 അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കാതിരിക്കുക. അതായത് ഒരു കുടുംബനാഥനാണെങ്കിൽ അവൻ്റെ മക്കളെ നോക്കണം, അവൻ്റെ ഭാര്യയെ നോക്കണം, അവൻ്റെ ഉമ്മാനെ ഉപ്പാനെ, വീട്ടിലുള്ള എല്ലാ ചിലവിനും പണം ചിലവഴിക്കണം. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കാതെ അവൻ പണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം നൽകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ 20 കാര്യങ്ങളുണ്ടല്ലോ, അതും നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദാരിദ്ര്യം വരാതിരിക്കുകയും കടം വരാതിരിക്കുകയും നമ്മളുടെ കടങ്ങൾ വീടുകയും സാമ്പത്തിക ഐശ്വര്യം വർദ്ധിക്കുകയും ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ തെറ്റുകൾ സ്ത്രീകൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിന് കടങ്ങൾ വരും, ദാരിദ്ര്യം വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഇനി ഭാര്യമാർ ചെയ്യേണ്ടത്, ഭാര്യമാർ എന്നല്ല എല്ലാവർക്കും ചെയ്യാം, അതിന് ഫലം കിട്ടും. എന്നാൽ ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യമാർ ചെയ്താൽ അതിന് പെട്ടെന്ന് ഫലം കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഇന്ന് തന്നെ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ, അതായത് മഗ്രിബ് വാങ്ങി കൊടുത്ത് മഗ്രിബൊക്കെ നിസ്കരിച്ച് എല്ലാ അദ്കാറുകളും സ്വലാത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷം, ദുആകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവസാനം യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഈ ദിക്ർ എന്ന ഈ ഇസ്മ നിങ്ങൾ 6666 പ്രാവശ്യം ചൊല്ലുക. എത്ര? 6666. 6666 എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് എന്നിങ്ങനെ 6000 പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട. ഏറിപ്പോയാൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കത് ചൊല്ലി തീർക്കാം. ഇനി ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചൊല്ലുന്ന സമയത്ത് അഥവാ 6666 പ്രാവശ്യം ചൊല്ലി തീർന്നില്ല എന്നാൽ നിങ്ങൾ അതിൻ്റെ ബാക്കി ഇശാ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷവും ചൊല്ലാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ഉത്തമം ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചൊല്ലി തീർക്കുന്നതാണ്. എന്നതിന് ശേഷം നിങ്ങൾ യാ അലിയു യാ അല്ലാഹ് എന്ന ഈ ഒരു ഇസ്മും നിങ്ങൾ എന്ത് ചെയ്യുക? 313 പ്രാവശ്യം ചൊല്ലുക. യാ അലിയു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ് എന്നിങ്ങനെ 313 പ്രാവശ്യം ചൊല്ലുക. എന്നതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 101 സ്വലാത്ത് ചൊല്ലുക. അത് ഏത് സ്വലാത്തും ചൊല്ലാം, നിങ്ങൾക്കറിയാവുന്ന നമ്മളെപ്പോഴും ചൊല്ലുന്ന, നമ്മൾക്ക് പെട്ടെന്ന് ചൊല്ലാൻ കഴിയുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്ത് നിങ്ങൾ 101 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഇനി അഥവാ നിങ്ങൾ വലിയ സ്വലാത്തുകൾ ചൊല്ലുകയാണെങ്കിൽ അത് 11 പ്രാവശ്യം ചൊല്ലിയാൽ മതി. എന്നതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഭർത്താവിന് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, ദാരിദ്ര്യം മാറിക്കിട്ടാൻ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ രോഗങ്ങൾ മാറാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുന്നതാണ്. ഈ ഒരു കാര്യം ഭർത്താവിന് മാത്രമല്ല കേട്ടോ, ഭാര്യമാർക്ക് വേണ്ടി ഭാര്യമാർക്കും ചെയ്യാം, അതുപോലെ ഭർത്താവിന് സ്വന്തം ചെയ്യാം. എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത്. എന്നാൽ ഭാര്യമാർ ഭർത്താവിന് ഇത് ചെയ്തു കൊടുത്താൽ അവരുടെ സാമ്പത്തിക ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്
അവരുടെ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യമാർ ഇത് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ഫലം കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ഇതിന് ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ. കടങ്ങൾ കൊണ്ടുള്ള പരീക്ഷണത്തെ തൊട്ട് നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ, സാമ്പത്തികമായിട്ട് ബറക്കത്ത് നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, തലകുനിക്കാതെ, അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും ജീവിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം, അഭിവൃദ്ധി നാം എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. രോഗത്തെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും ആപത്ത് മുസീബത്തിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.